വലിയ അന്നത്തെ ഇസ്ലാമിക ഭരണത്തിൽ വലിയ ഉന്നത സ്ഥാനം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. രാജാധിപതി അധികാരത്തിലേക്ക് ആദ്യത്തെ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലെത്തിയതിനു ശേഷം എല്ലാവർക്കും വിശാലമാക്കപ്പെട്ട വലിയ ഒരു സൽക്കാരം നടത്തും. ഹജ്ജിനെങ്ങനെയാണ്? ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിന് മുമ്പല്ല ഭക്ഷണം, പോയി വന്നതിന് ശേഷമാണ് സൽക്കാരം. കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് വലിയ കൂലിയാണ്, മനസ്സിലായില്ല? അതുകൊണ്ട് ഹജ്ജ് ഉംറയും പോയി വന്നതിന് ശേഷം നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. പോകുന്നതിന് മുമ്പ് എല്ലാവരും കണ്ട് പൊരുത്തപ്പെടിക്കണം. വന്നതിന് ശേഷം അങ്ങനെ ഒരു സൽക്കാരം നടത്തുന്നതിന് ഇസ്ലാം വലിയ പിന്തുണയുണ്ട്, കർമ്മശാസ്ത്രത്തിലുണ്ട്, വലിയ കൂലിയുള്ളതാണ്. അതിങ്ങനെ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം നടത്തുകയാണ്. രാജാവാണ്, നാട്ടിൽ വന്ന് വലിയ സൽക്കാരം നടത്തി. എല്ലാവരും വന്നു. ആ സൽക്കാരത്തിന് ഇദ്ദേഹത്തില്ല, അദ്ദേഹം ആരും പറഞ്ഞു നടക്കണം. അപ്പോൾ ഈ പരിസരത്ത് വന്ന് രാജാവ് വരുന്ന വഴി നിൽക്കുന്നുണ്ട്, കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിയാകും. കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം ഇങ്ങനെ വലിയ വാഹനത്തിൽ ഒരു ഒട്ടകപ്പുറത്ത് കമനീയമായി അലങ്കരിച്ച് ഹജ്ജ് വരുവാണ്. അപ്പോൾ അദ്ദേഹത്തെ സൽക്കരിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം താഴെ നിന്നിട്ട് ഉച്ചത്തിൽ വിളിക്കും, യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടാരത്തിൽ നിന്ന് പതുക്കെ നോക്കുമ്പോൾ ബഹ്റുൽ കൂഫിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, ആളെ അറിയാം, ഇദ്ദേഹം സൂഫി വര്യനാണെന്നും ഇയാളെന്നറിയാം. അറിയാവുന്നവർക്കൊക്കെ മനസ്സിലായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം മാറ്റിയിട്ട് പറയും, വലൈക്കും അസ്സലാം, അമീറുൽ സലാം പറഞ്ഞതിന് മടക്കിയിട്ട് പറയും ബഹ്റുൽ കൂഫി അലൈക്കും അസ്സലാം എന്ന് പറയും. അപ്പം ആളുകൾക്ക് ഒന്ന് കത്തുന്നപ്പോഴാണ്. എന്നിട്ട് അയാൾ ഒട്ടകം ഇറങ്ങുക. ഈ ഇറങ്ങി അങ്ങനെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുമല്ലല്ലോ, ഇദ്ദേഹം അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിക്ക് രാജാവ് അവിടെ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം അടുത്തോട്ട് ചെല്ലും, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, വിശേഷമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വലിയ അഹങ്കാരിയായിട്ട് ധിക്കാരിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ എന്താ കാര്യം? നിങ്ങൾ ഇത്രയേറെ കമനീയമായ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്നല്ല, നിങ്ങളുടെ സമ്പത്തിൽ നിന്നല്ല, ഇതൊക്കെ നിങ്ങൾ പൊതു ഖജനാവിലും ചെലവഴിച്ചിട്ട് കമനീയമായ വാഹനത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത്രയേറെ ഒരു യാത്രയപ്പിൻ്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ആമിർ ബിൻ ഹാരിസ് റളിയല്ലാഹു എന്നൊരു ഹദീസ്, ഖുദാമ റളിയല്ലാഹു എന്ന് പറഞ്ഞൊരു ഹദീസ് ബഹുമാനപ്പെട്ടവരോട് പറയാൻ. ആ ഹദീസ് ഇപ്രകാരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. നബിതങ്ങൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബിതങ്ങൾ വളരെ വിനയത്തിലും, ഒരു ഒട്ടകപ്പുറത്ത് തുണി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ നബിതങ്ങൾ സഞ്ചരിക്കുക. നിങ്ങൾ വലിയ ഒട്ടക കൂടാരമുണ്ടാക്കി, ഹൗദജ് ഉണ്ടാക്കി, അതിനു വലിയ കമനീയമാക്കി വലിയ അധികാരം കാണിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുത്തില്ല എന്ന് തുറന്നു പറയാൻ. അപ്പോൾ അവരുടെ ഒരു ശൈലി അതാണ്. ജദ്ബിൻ്റെ ഹാലുള്ള മസ്താന്മാർ അങ്ങനെയാണ്, തുറന്ന് സംസാരിക്കും, ഉള്ളിലൊന്നും വെക്കൂല. ഇത് പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടി കരയാണ് ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് അധികാരം ഉണ്ടെങ്കിൽ ഈമാനുള്ളൊരു വ്യക്തിയാണ്, വിലായത്തിൻ്റെ തലം തീർത്ത മഹാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഭയങ്കരമായിട്ട് കരയാണ്. കരഞ്ഞിട്ട് പറയും പൊരുത്തപ്പെടണം, ഈ മേലിൽ ഉണ്ടാവില്ല എന്ന് പറയുകയും പൊരുത്തപ്പെടിക്കുകയും ആ സദസ്സിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇദ്ദേഹം ആരാണെന്നുള്ള ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാട്ടിക്കൊടുത്തത് ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹിയാണ്. ശേഷം പിന്നീട് പിറ്റത്തെ വർഷം ഹജ്ജിന് പോയി ഹാറൂൻ റഷീദ്. അദ്ദേഹം പോകുന്നത് വണ്ടിയൊന്നുമില്ല, അന്ന് നടന്ന് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് മക്കത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാർ ബഹുമാനപ്പെട്ടവരാണ്. എന്നെ ഇങ്ങനെ ഒരു ഇസ്ലാമികമാകുന്ന പ്രസരണത്തിലേക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആത്മീയത എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താനും ഒക്കെ കാരണം ബഹുമാനപ്പെട്ട ബഹ്റുൽ കൂഫി റളിയല്ലാഹു അൻഹു ആണ് എന്ന് ലോകത്തോടൊന്ന് സംസാരിക്കുക. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. എന്ന് പറഞ്ഞാൽ ജദ്ബായിരുന്നു, മസ്താനായിട്ട് ജീവിച്ച വ്യക്തിയാണ്. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ തിരിഞ്ഞിരുന്നില്ല, പക്ഷേ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന വിഷയങ്ങളും അദ്ദേഹം കൊടുക്കുന്ന ഉപദേശങ്ങളും ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി പലപ്പോഴും ചെല്ലും. അപ്പോൾ സൂഫി കവിതകൾ ചെല്ലും അറബിയിൽ, അത് ആ സൂഫികൾക്ക് മാത്രമേ തിരിയുള്ളൂ. അങ്ങനത്തെയുള്ള കവിതകളൊക്കെ ചൊല്ലി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പിന്നീട് സ്വീകാര്യനായ വ്യക്തി. അവസാനം നല്ല രീതിയിൽ ഈമാനോടുകൂടി കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്ത ഉന്നത ശ്രേണിയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അക്കാലത്തുള്ളതാകുന്ന മഹാനുഭാവനാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അതെ, ഇൻഷാ അല്ലാഹ്.